കോഴിക്കോട്ടെ റൂറൽ എസ് പി പറയുന്നത് ഷാഫി പറമ്പിൽ സ്വയം ഒരു കല്ലെടുത്തുകൊണ്ട് മൂക്കിടിച്ച് പൊട്ടിച്ചതാണ് എന്നാണ്. കോഴിക്കോട്ടെ ഞങ്ങൾ ലാത്തി ചാർജ് ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് കോഴിക്കോട്ടെ റൂറൽ എസ് പി പറയുന്നത്. എന്നാൽ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എ വി ഗോവിന്ദൻ പറയുന്നു, ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, എസ് പി ഇങ്ങനെ ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല, ഷാഫി സ്വയം മൂക്കിടിച്ച് പൊട്ടിച്ചതാണെന്നാണല്ലോ എസ് പി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ വീഡിയോ വന്നിട്ടുണ്ടല്ലോ, പോലീസുകാരെ ഷാഫിയെ ലാത്തി വെച്ച് മർദ്ദിക്കുന്നത്, തലക്കടിക്കുന്നതും മുഖത്തടിക്കുന്നതും മൂക്കടിച്ച് പൊട്ടിക്കുന്നതുമായ ദൃശ്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദ സഖാവ് പറഞ്ഞത് അതൊക്കെ AI നിർമ്മിതികളാണ്, AI ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്, AI വീഡിയോ ആണ് എന്നാണ് ഈ IIA ഗോവിന്ദൻ പറയുന്നത്. എന്നാലോ നമ്മുടെ സൈബർ ഇടങ്ങളിലെ സഖാക്കൾക്കാണെങ്കിലോ യാതൊരുവിധ ഉളുപ്പുമില്ല. സഖാക്കൾ പറയുന്നത് അത് മഷിയാണ് എന്നാണ്. ഇത് മഷിയാണെന്ന് സഖാക്കൾ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന സഖാക്കളുടെ ക്യാപ്സ്യൂൾ ഉടമസ്ഥകൾ, ക്യാപ്സ്യൂൾ പ്രൊഡ്യൂസറായിട്ടുള്ള ഈ പറയുന്ന സനോജും വസീഫും ഒക്കെ, ആ വളിയൻ വസീഫും ഒക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് പറയുന്നുണ്ട് അത് ഷാഫി ഷോയാണ്, ഷാഫിയെ ഇത്തരത്തിൽ ഷാഫി തന്നെ മൂക്കിടിച്ച് പൊട്ടിക്കുകയാണ് ഉണ്ടായിരുന്നത് എന്ന്. എന്നാൽ ഇന്നലെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാക്കളുടെ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അല്ലല്ല, അത് ഷാഫി പൊട്ടിച്ചതല്ല, ഷാഫിയുടെ കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ തന്നെ ഷാഫിയുടെ മൂക്കിടിച്ച് പൊട്ടിച്ചതാണ് എന്നാണ്. ഇപ്പോ ഗോവിന്ദ സഖാവ് പറയുന്നത് അത് AI ആണെന്ന്. ഇവർ IPS നൽകി റൂറൽ SP ആക്കിയിരിക്കുന്ന വ്യക്തി അയാൾ പറയുന്നത് ഇല്ല, ഷാഫി സ്വയം മൂക്കിടിച്ച് പൊട്ടിച്ചതാണ് എന്ന്. വസീഫും പറയുന്നു, സനോജും പറയുന്നു അല്ല, ഷാഫിയുടെ ആളുകൾ ഷാഫി ഇതന്നെ പൊട്ടിച്ചതാണ് എന്ന്. എന്നാൽ ജില്ലാ സെക്രട്ടറി പറയുന്നത് അല്ലല്ല, അത് കോൺഗ്രസ്സുകാർ പൊട്ടിച്ചതാണ്, ഷാഫിയുടെ കൂടെയുള്ളവർ പൊട്ടിച്ചതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സൈബർ ഇടങ്ങളിലൊക്കെ വലിയ തോതിൽ ഈ അന്തംഗമ്മികൾ ഇങ്ങനെ നിരങ്ങുകയാണ്. സൈബർ ഇടങ്ങളിൽ അന്തംഗമ്മികൾ മഷിയാണ്, മഷിക്കുപ്പിയാണ്, ഹെഡ് മാസ്റ്റർ മഷി ഒഴിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും മഷി ഒഴിച്ചതാണെങ്കിലും ഷാഫി ഇടിച്ച് പൊട്ടിച്ചതാണെങ്കിലും ഒക്കെ ഷാഫിയുടെ മൂക്ക് പൊട്ടിയിട്ടുണ്ട്. അതിന് വലിയ തോതിലുള്ള ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്, വലിയ ഗുരുതരമായ ഫ്രാക്ചറുകൾ ഉണ്ടായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ട്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരും ഇപ്പോൾ AI ആണെന്നാണ് ഗോവിന്ദ സഖാവ് പറയുന്നത്. എന്താണെങ്കിലും ഗോവിന്ദ സഖാവ് ഇപ്പോൾ എല്ലാം AI ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഷാഫിയുടെ സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഷാഫി ഇപ്പൊ കാര്യമായ ഈ ഒരു പ്രശ്നം, മൂക്കിന്റെ എല്ല് അടിച്ചു പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ വലിയ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ഗോകുലം ഗോപാലിനടക്കമുള്ള ആളുകൾ ഷാഫിയെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അവർ ഡോക്ടർമാരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് സുഖപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനകളുമായിട്ട് കേരളം ഒന്നാകെ ഷാഫി പറമ്പിലിന്റെ കൂടെ നിൽക്കുകയാണ്. എന്താണെങ്കിലും അന്തംഗമ്മി സഖാക്കള് ഇവർക്ക് പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകി പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ലാതെ വരുമ്പോൾ ഇത്തരത്തിൽ മഷിയാണ് എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ ഈ പറയുന്ന അതേ സാഹചര്യത്തില് മറ്റൊരുത്തൻ ബോംബുണ്ടാക്കുമ്പോ പൊട്ടിച്ചത്ത ഒരുത്തനുണ്ടല്ലോ, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ ആളുകളുണ്ട്. അത് പക്ഷെ ബോംബല്ലായിരുന്നു പൊട്ടിച്ചത്, അത് നമ്മുടെ സാധാരണ നമ്മളെ അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഉത്സവങ്ങളിലും ഒക്കെ പൊട്ടിക്കാറുള്ള പടക്കമായിരുന്നു പൊട്ടിച്ചത്. അപ്പോ അതുപോലെ പലപ്പോഴും പാട്ടൊക്കെ ഇറങ്ങിയ മറ്റൊരു സഖാവിനെ ഓർക്കുന്നില്ല, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഒരു സഖാവ്. ആ സഖാവ് ബെഡ് റിഡനായത്, അതല്ലെങ്കിൽ കിടപ്പിലായത് എങ്ങനെയാ? അന്ന് ഇന്നത്തെ DGP ആരാണ്? ഇന്ന് ഈ സഖാക്കൾ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ റവാഡ ചന്ദ്രശേഖരൻ അന്ന് വെടിവെച്ച് വീഴ്ത്തിയ ഒരു സഖാവ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൂത്തുപറമ്പ് ഒരു വെടിവെപ്പ് കേസില് അന്ന് ജീവിതം ബെഡിലായി പോയ ഒരു സഖാവുണ്ട്. ആരാണ് ആ സഖാവ്? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കേട്ടോ. പുഷ്പനെ അറിയാമോ? സഖാവ് പുഷ്പനെ അറിയാമോ? പുഷ്പനെ വെടിവെച്ചിട്ട ആളാണ് ഇന്ന് ഇവരുടെ DGP. ആ DGPയുടെ പോലീസ് അടിച്ച് ഇത്തരത്തിൽ മോന്ത പൊട്ടിച്ച്, മൂക്ക് പൊട്ടിച്ച്, മുഖം അടിച്ച്, ആ DGP റവാഡ ചന്ദ്രശേഖരന്റെ പോലീസ് ഇതുപോലെ
ആരെയും അടിച്ചു പൊട്ടിച്ച് ചോര വന്നു കഴിഞ്ഞാൽ സഖാക്കൾ എന്ത് പറയും? അത് മഷിയാണ് എന്ന് പറയും. ഗോവിന്ദ സഖാവ് പാർട്ടി സെക്രട്ടറി എന്ത് പറയും? അത് പോലീസ് അടിച്ചിട്ടില്ല, നിങ്ങൾ കാണിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് അവര് പറയും. എന്നാലോ പോലീസ് എന്താ പറയാ? ഞങ്ങൾ അടിച്ചിട്ടില്ല, അത് ഷാഫി തന്നെ സ്വയം അടിച്ച് പൊട്ടിച്ചതാണ് എന്ന് പറയും. അപ്പോ അങ്ങനെയാകുമ്പോ പുഷ്പൻ എങ്ങനെയാ പരിക്ക് പറ്റിയത്? ഞാൻ പുഷ്പനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, പാവം മരണപ്പെട്ടു പോയി. ജീവിതകാലം കൊണ്ട് വലിയ ഒരു എന്താ പറയേണ്ട ദുരിതക്കായം അനുഭവിച്ച് അവസാനം പാവം പുഷ്പൻ മരണപ്പെട്ടു പോയി. കാരണം ഒരു വ്യക്തി നല്ല ചോര തിളക്കുന്ന സമയത്ത്, ഈ പറയുന്ന വസീഫിന്റെയും ഈ പറയുന്ന സനോജിന്റെയും ഒക്കെ പ്രായമുള്ള സമയത്താണ് പുഷ്പനെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുന്നത്. ആ പുഷ്പൻ ജീവിതകാലം അത്രയും, പിന്നീട് അങ്ങോട്ടുള്ള ജീവിതകാലം അത്രയും ബെഡിലായിരുന്നു. ഒന്ന് മൂത്രിക്കുവാനോ ഒന്ന് കാഷ്ടിക്കുവാനോ പോലും സ്വയം എഴുന്നേറ്റ് പോകാൻ കഴിയാത്ത അത്ര രീതിയിൽ നരകയാതന അനുഭവിച്ചുകൊണ്ടാണ് പുഷ്പൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പോൾ ഈ പുഷ്പന്റെ കാര്യത്തിൽ മാത്രം പോലീസ് വെടിവെച്ചതാണ് അല്ലേ? അല്ലാതെ പുഷ്പൻ നട്ടലിന് കത്തിയെടുത്ത് കയറ്റിയിട്ട് പുഷ്പൻ എണീറ്റ് നടക്കാൻ പറ്റാതെ ക്ഷതമേറ്റ് കിടന്നതല്ല. പുഷ്പന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെയാണ്. അത് ഒറിജിനൽ ചോര തന്നെയായിരുന്നു. ഏത്? നമ്മുടെ കൊടിയുടെ നിറമുള്ള, ചെങ്കൊടിയുടെ നിറമുള്ള ചോര തന്നെയായിരുന്നു പുഷ്പന്റെ കാര്യത്തിൽ. പക്ഷെ ഷാഫി പറമ്പിലിനെ മൂക്കടിച്ച് പൊട്ടിക്കുമ്പോൾ മാത്രം വരുന്ന ചോര അത് ചോരയല്ല കേട്ടോ, അത് മഷിയാണ്. ഷാഫി പറമ്പിൽ തന്നെ ഇടിച്ചു പൊട്ടിച്ചതാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ, ഷാഫിയുടെ കൂടെ വന്ന കോൺഗ്രസ് പ്രവർത്തകർ ഷാഫിയുടെ മൂക്ക് ഇടിച്ച് പരത്തിയതാണ്. ഈ വീഡിയോകളിൽ വരുന്നതൊക്കെ അത് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ന്യായീകരിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഒരു ക്രിമിനൽ പറ്റം, അവർക്കൊക്കെ നേതൃത്വം നൽകുന്ന ഈ വസീഫിനെ പോലെയുള്ള വളിയന്മാര്, ഇവനെ പോലെയുള്ള കുറെ ക്രിമിനൽ ചെറ്റകൾ മാത്രം അടങ്ങുന്ന ഒരു സംഘമായിട്ട് ഈ സഖാക്കൾ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സംഘങ്ങൾ, ഈ ഇങ്ങനെ ഒരു ക്രിമിനൽ സംഘങ്ങൾ സഖാക്കളായിട്ട് ഈ കേരളത്തിൽ ഉള്ളത്, ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയായിരുന്നു ഇവരുടെ ധാർഷ്ട്യം. ബംഗാളിലും ഇതൊക്കെ തന്നെയായിരുന്നു ഇവരുടെ പ്രവർത്തന രീതി. ബംഗാളിലെ ജനത അവർക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. അവർ ആ അവസരങ്ങളിൽ നിന്നൊക്കെ സ്വന്തം ആളുകൾ ഇത്തരത്തിൽ കട്ടുമുടിച്ച്, ഇപ്പൊ നിങ്ങൾ പിണറായി വിജയനെ കാണുന്നില്ലേ? അപ്പൻ ശബരിമലയിലെ സ്വർണം കക്കാൻ കൂട്ടു നിൽക്കുന്നു, മകൻ ലൈഫ് മിഷൻ പദ്ധതിയിലെ ഭവന നിർമ്മാണ പദ്ധതിയിലെ ഫണ്ട് മുക്കുന്നു, മകൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് സർവീസ് ചെയ്ത് എന്നും പറഞ്ഞ് കോടികൾ വാങ്ങുന്നു. അങ്ങനെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞ സാധനം അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ പോലും തുച്ഛമായ കാശ് മതി, ആയിരങ്ങൾ മതി. അങ്ങനെ ആയിരങ്ങൾ വിലയുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസ് സർവീസ് ചെയ്യാൻ കോടികൾ കൈപ്പറ്റുന്ന തൈക്കണ്ടി വീണ, ലൈഫ് മിഷനിൽ കൈയിട്ട് വാരുന്ന മകൻ, അച്ഛനാണെങ്കിലോ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കാനും അതിന്റെ പങ്കുപറ്റാനും കൂട്ടുനിൽക്കുന്ന അപ്പൻ. പിന്നെ പറയേണ്ട കാര്യമല്ലല്ലോ ഈ പറയുന്ന അടിമകളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അടിമകൾ അല്ലെങ്കിലേ പിണറായി വിജയന്റെ മുന്നിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് കുഴലൂത്ത് നടത്തുന്നവരാണ്. കുഴലൂത്ത് നടത്തുന്നവർ എന്നുള്ളത് ഞാൻ കുറച്ച് ഒരു പരിധി, ഒരു ലിമിറ്റ് വെച്ച് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. എൻ്റെ വായിൽ വരുന്ന വാക്ക് മറ്റൊന്നാണ്, അത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. പിണറായി വിജയന്റെ മുന്നിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് വേറെ പലതും ചെയ്യുന്ന അടിമകളാണ് ഇവന്മാര്. മനസ്സിലായില്ലേ? ആ അടിമകൾ വീണ്ടും വീണ്ടും ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ തെമ്മാടിക്കൂട്ടങ്ങൾ, ഈ ക്രിമിനൽ സംഘങ്ങൾ വീണ്ടും വീണ്ടും ന്യായീകരിച്ച് ഇവർ എല്ലാവരെയും കൂട്ടത്തിലുള്ള കൊലയാളികളെ പോലും പരിശുദ്ധരാക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മാഹിയിലെ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായിട്ടുള്ള അതേ പ്രതികൾ എന്ന് പറഞ്ഞാൽ CPMന്റെ കണ്ണൂരിലെ കൊട്ടേഷൻ സംഘം. ആ കൊട്ടേഷൻ സംഘം ഈ മാഹി കൊലക്കേസിലെ പ്രതികൾ അവർ തന്നെയാണ് കൊലയാളികൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ ഈ പറയുന്ന ക്രിമിനൽ കൊലയാളി സംഘങ്ങൾ ആരായി? നിരപരാധികളായി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കോടതി വിധി വന്നത് നമ്മൾ കണ്ടതാണ്. ഈ കൊടിസുനി അടങ്ങുന്ന ഈ ആളുകളെയൊക്കെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിണറായി വിജയൻ തൂറിയിട്ട് ആ തീട്ടം ഒരു പാത്രത്തിലാക്കിയിട്ട് ഈ വസീഫിന്റെയും ഈ പറയുന്ന സനോജിന്റെയും ഈ പറയുന്ന സൈബർ സഖാക്കളുടെയും ഈ പറയുന്ന ഗോവിന്ദന്റെയും ഒക്കെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് വിളമ്പിക്കൊടുത്താല് നല്ല ശുദ്ധമായ
ഭക്ഷണം എന്നുള്ള രീതിയിൽ ഇവർ ആക്രാന്തം കൂട്ടി വാരിത്തുന്നു. അതാണ് ഇവറ്റകളുടെ ഒരു ഗതികേട് എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഷാഫി പറമ്പിൽ എന്തായാലും അയാളെ മൂക്കിടിച്ച് പൊട്ടിച്ചിട്ടില്ല. അയാളുടെ മൂക്ക് പൊട്ടിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും, വലത് ഭാഗത്തും ഇടത് ഭാഗത്തുമുള്ള എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. അതിനുള്ള സർജറി നടത്തിയിട്ടുണ്ട്. നടത്തിയ ഡോക്ടർമാർക്ക് എന്താണെങ്കിലും മൂക്ക് പൊട്ടി എന്നുള്ള കാര്യത്തിലോ ചോര വന്നു എന്നുള്ള കാര്യത്തിലോ ഒരു തർക്കവും ഇല്ല. അവർ അതിനുള്ള ശസ്ത്രക്രിയയും നടത്തി അതിനുള്ള ചികിത്സകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അന്തംഗമികൾ സമ്മതിക്കൂല. അന്തംഗമികൾ ഇപ്പോഴും മെഴുകുന്നുണ്ട്. എന്താ പറയുന്നത്? മഷി ഒഴിച്ചതാണെന്നാണ് അന്തംഗമികൾ പറയുന്നത്. ഏതുപോലെ വടകരയിൽ 1,24,000 വോട്ടിന് പരാജയപ്പെട്ടിട്ടും കെ ശൈലജ ഇപ്പോഴും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ തോറ്റിട്ടില്ല, വടകരയിൽ ഞാനാണ് വിജയിച്ചത് എന്നല്ലേ പറയുന്നത്. ഇപ്പോ വടകരയിൽ ഏറ്റവും ഒടുവിലായിട്ട് ശൈലജ പറഞ്ഞ ഒരു പുതിയ കാര്യം കൂടിയുണ്ട്. ഷാഫി പറമ്പിൽ 10 ദിവസം റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ആ 10 ദിവസത്തേക്ക് എന്നെ വടകരയിലെ MP ആക്കണം. അതായത് ഞാനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 10 ദിവസത്തെങ്കിലും എന്നെ വടകരയിലെ MP ആക്കണമെന്നാണ് ഇപ്പൊ ശൈലജയുടെ ആവശ്യം. അതായത് സംഘികൾ കരഞ്ഞുകൊണ്ട് സംഘികൾ എന്ന് തന്നെ പറയാം. കാരണം പിണറായി വിജയൻ ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കൂട്ടുകെട്ടിലാണല്ലോ. സംഘികളേതാ സഖാക്കളേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യമാണ്. എന്താണെങ്കിലും സഖാക്കൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കരച്ചിൽ നിർത്തുന്നില്ല. മൂക്കൊലിപ്പും തുടങ്ങിയിട്ടുണ്ട്. മൂക്കൊലിപ്പ് അതിരൂക്ഷമാണ്. ആ മൂക്കൊലിപ്പ് ഇങ്ങനെ ഒലിച്ചു വരുമ്പോൾ ഇങ്ങനെ നക്കി തിന്നുന്നുമുണ്ട് നാണമില്ലാത്ത വർഗങ്ങൾ.